പാൽ ഇഷ്ടമാണോ നിങ്ങൾക്ക്? എന്നാൽ വരൂ, നമുക്കൊരു സേമിയ പായസം ഉണ്ടാക്കാം. അതിന് റോസ്റ്റ് ചെയ്യാത്ത സേമിയയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിങ്ങനെ ആവശ്യാനുസരണം ചെറുതായി പൊട്ടിച്ചെടുത്ത് കുറച്ച് നെയ്യിൽ ചെറിയ തീയിൽ റോസ്റ്റ് ചെയ്തെടുക്കാം. തീ കുറച്ച് തന്നെ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. സേമിയ നല്ല ബ്രൗൺ ഷെയ്ഡിലേക്ക് ചേഞ്ച് ആയതിനു ശേഷം ഒരല്പം വെള്ളം ചേർത്ത് നമുക്ക് തിളപ്പിക്കാം. വെള്ളം ചേർത്തതിന് ശേഷം സേമിയ കട്ടി പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെറുതായി ഒന്ന് ഉടച്ചു കൊടുക്കാം. അങ്ങനെ വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ ആവശ്യത്തിന് പഞ്ചസാര ചേർക്കാം. അതിനുശേഷം പശുവിൻ പാല് ചേർക്കാം. പാല് ചേർത്ത് കഴിഞ്ഞാൽ കൈവിടാതെ ഇളക്കണം. പാല് നന്നായി തിളച്ച് വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നീട് ഒരല്പം കൂടി നെയ്യ് തൂവിക്കൊടുത്ത് നമുക്ക് മൂടി വയ്ക്കാം. ഒരു 10-15 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ. അത്രയേ ഉള്ളൂ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സേമിയ പായസം റെഡി. ഏലക്കാപ്പൊടിയോ മറ്റ് സ്പൈസസോ ഒന്നും ചേർത്തിട്ടില്ല. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പാലിൻ്റെ ഒരു ഫ്രഷ് ടേസ്റ്റ് ആയിരിക്കും. എന്തായാലും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കൂ.